അതായത് ഇപ്പോൾ ഇവിടെ തമിഴ് ബിഗ് ബോസിനെ കുറിച്ച് ഞാൻ ഒരു 2-3 ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം ഇവിടെ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. അതെന്താണെന്നും ഞാൻ യൂട്യൂബിൽ നേരത്തെ ഷോർട്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഒരു ഫണ്ണി ആയിട്ടാണ് പോയത്. ഇന്ന് ദിവാകർ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, പുള്ളി എന്തോ കൺട്രി ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, രമ്യ എന്ന് പറഞ്ഞ ഒരാളെ പറഞ്ഞു. രമ്യ അതിന് ഭയങ്കര വയലൻ്റായിട്ട് തിരിച്ച് സംസാരിച്ച് അത് ഭയങ്കര തർക്കമായി, പ്രശ്നമായി. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ദിവാകരെ ടാർഗറ്റ് ചെയ്ത് എല്ലാവരും സംസാരിച്ചു. ഇതിൻ്റെ ഇടയിൽ കമറുദ്ദീൻ എന്ന് പറഞ്ഞ ആൾ ദിവാകരെ അടിച്ചു എന്താണെന്നറിയില്ല, പക്ഷേ ഇങ്ങനെ തല്ലി. അപ്പോൾ അവരെ പിന്നെ എല്ലാവരും മാറ്റിവിട്ടിട്ട് പിരിച്ചിട്ട് കൊണ്ടുപോയി. ഇതിൻ്റെ ഇടയിൽ ശബരിനാഥൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ഒച്ചയെടുത്ത് സംസാരിച്ച് പിന്നെ ദിവാകരുടെ അടുത്ത് എന്തോ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ പുള്ളി ഭയങ്കര മൈൻഡ് ചെയ്തില്ല, ഇങ്ങനെ മാറ്റിവിട്ടിട്ട് പോയി. പിന്നെ വേറെന്താ സംഭവിച്ചത്? പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ ഭയങ്കര വെള്ളത്തിൻ്റെ പ്രശ്നം ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ് തമിഴ് ബിഗ് ബോസിൽ. ഡേ 1 തൊട്ട് എല്ലാവർക്കും ഇങ്ങനെ ടാസ്ക് ആയിട്ട് എന്തോ ടാപ്പ് ഓൺ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പുറത്താണ് ടാങ്ക് വെച്ചേക്കുന്നത്. അതിൽ നിന്നാണ് എല്ലാവരും വെള്ളം എടുത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ കുടിക്കാൻ വേണ്ടി വെള്ളം ഒരു 2 ട്രേ ചെറിയ ചെറിയ കുപ്പിയിലാക്കിയിട്ട് വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് അതെല്ലാവരും എടുത്ത് കുടിക്കാൻ വേണ്ടിയാണ് അത് കൊണ്ടുവന്ന് വെച്ചത്. പക്ഷേ അത് എടുത്തിട്ട് എല്ലാവരും ചോറുണ്ടാക്കണമൊക്കെ ആ വെള്ളമൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞ് ലിവിങ് ഏരിയയിൽ എല്ലാവരും വിളിച്ചു പറഞ്ഞ് ഇത് ഇങ്ങനെ നിങ്ങളിന്ന് ഫുഡ് റെഡിയാക്കാൻ വേണ്ടി വെള്ളം എടുക്കും, നാളെ മുഖം കഴുകാൻ വേണ്ടി എടുക്കും, കൈ കഴുകാൻ വേണ്ടി എടുക്കും, നിങ്ങൾക്ക് കുടിക്കാൻ തന്ന വെള്ളം കുടിക്കാൻ മാത്രം ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പണിഷ്മെൻ്റായിട്ട് 2 ടീമുണ്ട് ഇതിൽ, സൂപ്പർ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറൊരു നോർമൽ ബിഗ് ബോസ്. അപ്പോൾ ഇവർക്ക് സൂപ്പർ ബിഗ് ബോസിന് ആ മറ്റേ ടീമിലുള്ളവരൊക്കെ പണിയെടുക്കണമെന്നാണ് അതിൻ്റെ റൂള്. അപ്പോൾ ഇതിൻ്റെ പണിഷ്മെൻ്റായിട്ട് 2 പേരെ ടീം മാറ്റി. പണിഷ്മെൻ്റാണ്. അപ്പോൾ 2 ടീമിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ടും ഒരാൾ അങ്ങോട്ടും അങ്ങനെ മാറ്റി. അതാണ് പണിഷ്മെൻ്റായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഒരു 4-5 പേര് ഇരുന്നിട്ട് ഒറ്റയടിക്ക് ഇങ്ങനെ ഉരുണ്ടച്ചോറ് എന്ന് പറയും ഇവിടെ, ഉരുണ്ട വെച്ചിട്ട് എല്ലാവരും ഒരാളിരുന്നിട്ട് എല്ലാവർക്കും ചോറിങ്ങനെ കൊടുത്ത് എല്ലാവരും ഇരുന്ന് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നൈറ്റ് അവരവരുടെ സ്വന്തം സ്റ്റോറി പറയണമെന്ന് പറഞ്ഞ ഒരു ടാസ്ക് ഉണ്ടല്ലോ. നന്ദിനി എന്ന് പറഞ്ഞാൽ പറഞ്ഞ് അവരാണ് ഫസ്റ്റ് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അച്ഛൻ ഈ സമയത്ത് മരിച്ച, അമ്മ ഈ സമയത്ത് മരിച്ചപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഫാമിലിയിൽ. ഇതുവരെ പുള്ളിക്ക് ആരുമില്ല, പുള്ളി ഒറ്റയ്ക്ക് നിന്നിട്ടാണ് മറ്റേ അണിനെയും കൂടി പഠിപ്പിച്ചത്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. പിന്നെ കെമി എന്ന് പറഞ്ഞ ഒരാൾ വന്നു. കെമി വന്നിട്ട് അവരും ഇങ്ങനെ അവർ വന്നിട്ട് ഇന്ത്യക്ക് വേണ്ടി ബാസ്കറ്റ് ബോൾ കളിച്ചിട്ട് അതിന് ഗോൾഡല്ല സിൽവർ മെഡലൊക്കെ ജയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞപ്പോഴാണ് ഞാനും കേൾക്കുന്നത്. പിന്നെ ഒരു റിയാലിറ്റി ഷോയിൽ ജി തമിഴ് സിംഗിൾ പസംഗ എന്ന് പറഞ്ഞ ഒരു ഷോയിൽ അവരൊരു കണ്ടസ്റ്റൻ്റായിട്ടിരിക്കുകയാണ്. പിന്നെ അവരെന്തൊക്കെ പറഞ്ഞു, പിന്നെ ദുബായൊക്കെ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ അച്ഛന് സുഖമില്ലാതെ കിടന്നപ്പോൾ ഡിജിറ്റൽ പിച്ച് എടുത്തെന്ന് പറഞ്ഞു, ഡിജിറ്റൽ ബെക്കിങ്. അപ്പോൾ ഓൺലൈനിലൊക്കെ എല്ലാവരുടെ അടുത്തും ചോദിച്ച് എല്ലാവരും പൈസ കൊടുത്ത് അങ്ങനെ അവരുടെ അച്ഛൻ ഒരു 4 കൊല്ലം പിടിച്ചു നിന്ന് അതിന് വേണ്ടി താങ്ക് ചെയ്യാൻ ഈ സ്റ്റേജ് ഞാൻ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് നല്ല രീതിയിലാണ് സംസാരിച്ചത്. പിന്നെ നമ്മുടെ വാട്ടർ മെലൺ സ്റ്റാർ ദിവാകർ വന്നിട്ട് എല്ലാവരും സ്വന്തം കഥ പറയാൻ പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മളെക്കുറിച്ചല്ലേ പറയേണ്ടത്. പുള്ളി വന്നിട്ട് ഞാനൊരു യൂട്യൂബറല്ല, ഞാനിങ്ങനെ ഫെയിമായി, എന്നെ നാട്ടുകാർക്ക് ഇഷ്ടമാണ്, അവർക്ക് ഇഷ്ടമാണ്, ഇവർക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ ഫെയിമായ ആളാണ്. പക്ഷേ പുള്ളീനെ കുറിച്ചല്ലേ പറയേണ്ടത്, പുള്ളി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. എനിക്ക് ആക്ടറാവാം, നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ പറ്റില്ല എന്നൊക്കെ ഭയങ്കര പഞ്ച് ഡയലോഗൊക്കെ അടിച്ച് സംസാരിച്ചു. പുള്ളിയുടെ ഫേവറേറ്റ് ഡയലോഗാണത്. അതടിച്ച് സംസാരിച്ച് ഒരു റിലേറ്റഡും ഇല്ലാതെ തൻ്റെ ലൈഫെക്കുറിച്ചില്ലാതെ വെറുതെ സംസാരിച്ചിട്ട് പുള്ളി പോയി. അപ്പം പോയിട്ട് പിന്നെ രാത്രി എല്ലാവരും ഫുഡ് അടിക്കാൻ വേണ്ടി എന്തോ ഈ തക്കാളി തൊക്ക്, അതായത് തക്കാളി കറി, എങ്ങനെയെങ്കിലും തക്കാളി ഫ്രൈ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് സ്പെഷ്യൽ ടീം ഉണ്ടല്ലോ, അവർക്ക് ബിഗ് ബോസ് തരും. അപ്പോൾ ഇവരും കഴിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ടീമിലുള്ളവർക്ക് എടുത്തു വെച്ചു. അപ്പോൾ പാറു എന്ന് പറഞ്ഞിട്ട് ഒരാൾ, നിങ്ങളെങ്ങനെ അത് എടുത്തു വെച്ച് അത് കോമൺ ആണെങ്കിൽ എല്ലാവർക്കും അപ്പോൾ പൊതുവെ വയ്ക്കണ്ടേ, നിങ്ങളെങ്ങനെയാണ് ഒറ്റയ്ക്ക് വെച്ച് ഇങ്ങനെ എല്ലാവർക്കും ഇച്ചിരി കൊടുത്താൽ എങ്ങനെയാണ് തികയുന്നതെന്ന് പറഞ്ഞ് പുള്ളി അപ്പോൾ വഴക്കുണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് സുഭിക്ഷ ഇതൊരു വലിയ കാര്യമായിട്ട് പുറത്ത് വന്നിട്ട് സംസാരിച്ച്
പുള്ളി ശ്രമിച്ചത് ഇപ്പം ഭയങ്കര വഴക്കാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. എനിക്ക് ലാ നല്ലോണം വരുന്നില്ല, ഒന്നും തെറ്റായിട്ട് വിചാരിക്കരുത്. അപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അത് പ്രശ്നമാക്കാൻ വേണ്ടിയാണ് സുഭിക്ഷ ശ്രമിച്ചത്. പക്ഷേ അത് പ്രശ്നമായിട്ട് മാറിയില്ല, അതങ്ങനെ സോൾവ് ആയിപ്പോയി. ഇങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഇന്നത്തെ ദിവസം പോയി. ഇനി നാളെ എന്താവുമെന്ന് നാളെ പറയാം. ഇത് മലയാളത്തിലുള്ളവർ തമിഴ് ബിഗ് ബോസ് കാണുമോ എന്താണെന്നറിയില്ല. എൻ്റെ ഒരു ഇത് മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാവും, വർക്ക് ചെയ്യുന്നവരുണ്ടാവും. മേ ബി ഞാനിടുന്ന വീഡിയോ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.